ജനവാസ മേഖലയിൽ കെമിക്കൽ ഫാക്ടറിയുമായി ഊരാളുങ്കൽ സൊസൈറ്റി, ഒത്താശയുമായി വസ്തുവുടമയായ ഡോക്ടർ. വീട്ടിലുള്ളവർക്കുണ്ട്. അതുപോലെ എവിടെ ചേട്ടന്റെ വീട് എവിടെയാണ്? തൊട്ടടുത്താണ്. ഇവിടെ കാണാമല്ലേ? കൊച്ചു മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഈ ഒരു റോഡിന്റെ അകലെ മാത്രമേ ഉള്ളൂ. ഓ ശരി. അന്നേരം ഈ ഇതിൽ നിന്ന് ഉയരുന്ന പൊടിയും മറ്റ് എല്ലാ ഇതും മനുഷ്യന് അവർക്ക് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ. ഇതിന്റെ ഓണർ നമ്മളെ വീട്ടിൽ പോയി കണ്ടു. ഇത് ഏത് കമ്പനിയാണ് ഇത് എടുത്ത് നടത്താൻ ഇരിക്കുന്നത്? ഊരാളുങ്കൽ. ആ ശരി. അവരും അത് മനസ്സിലാക്കണം. അവർക്ക് വേറെ ഏതെല്ലാം പ്രോജക്റ്റുകൾ നടത്താം. നമ്മളെ ഈ ജനവാസത്തിന് സമീപം നേരത്തെ ശ്രീകൃഷ്ണ ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അതിൻ്റെ മുതലാളിയായ രാമേന്ദ്രൻ പിള്ള അല്ലേ, രാമേന്ദ്രൻ നായർ, അദ്ദേഹം ഇവിടെ എന്തിനാണ് റോയൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്. ഇദ്ദേഹത്തിന് പറ്റിയൊരു പണിയല്ല. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞതാണ്, ഈ സാറേ ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വളരെ അടുത്ത് താമസിക്കുന്നതാണ്, നമ്മൾ അടുത്ത ഞങ്ങൾ ജ്യേഷ്ഠാനിയന്മാരെല്ലാവരും ഇങ്ങനെ അടുത്ത് താമസിക്കുന്നത്. അതിന് മുന്നോട്ട് ഒരു അംഗൻവാടി, അങ്ങനെയുള്ള ക്ഷേത്രം ഇതെല്ലാം ഉണ്ട്. ഈ കാണുന്നതും വീടാണ്. അതും വീടാണ്. ആ കാണുന്ന വീട് ഇപ്പുറത്ത് വിയാൻഡസിൻ്റെ ഒരു വീട്, തൊട്ടിപ്പുറത്താണ് വിയാൻഡസിൻ്റെ ഒരു വീട്. ഇതെല്ലാം ഉള്ള സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുക്ക നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിഷേധ രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു ജനകീയ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്? ഞങ്ങൾ ഇതിൻ്റെ ജനകീയ മുന്നേറ്റമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ പോണ തോട്, ഇത് ഇത്തിക്കരയാറും പൊളച്ചിറയായിട്ടുള്ള ബന്ധപ്പെടുത്തുന്ന പ്രധാന തോടാണ്. ഇതിൽ നിന്നാണ് പൊളച്ചിറ ഏലായിക്കും ചാത്തന്നൂർ ചിറക്കര ഭാഗത്തേക്കുള്ള കൈത്തോടാണത്. ഇതുവഴി പോണ ഈ കെമിക്കലടങ്ങിയ വെള്ളം ഇത് പൊളച്ചിറ ഏലയുടെ സൈഡിൽ കൂടെ സഞ്ചരിച്ച് പൊളച്ചിറ ഏലയ്ക്കകത്തും ചാത്തന്നൂർ തോടിലും ചിറക്കരോട്ടുള്ള തോടിലും ഇതിറങ്ങി ആ തോടിനെ മലിനമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. നമ്മളിപ്പോൾ ഒരു മാസത്തിന് മുമ്പ് ഇവിടെ ഒരു റെഡി മിക്സ് പ്ലാന്റ് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അറിയുക, അതിന് എഗ്രിമെൻറ്റ് എഴുതുന്നൊരു സംഭവം അറിഞ്ഞ് ഞങ്ങൾ ഒരു മാസത്തിന് ഇവിടെ വന്നിരുന്നതാണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച്, ചിറക്കര പഞ്ചായത്തിൽ പോയി സംസാരിച്ച്, MLA അടുത്ത് പോയി, കളക്ടർ അടുത്ത് പോയി, DMO അടുത്ത് പോയി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോയി, വ്യവസായ വകുപ്പിൽ പോയി. അപ്പോൾ ഇവിടെ എല്ലാം ഞങ്ങൾ പോയി. കാരണം ഇവരിപ്പോൾ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്കത് എതിർക്കാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ണും നട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തടയാനായിട്ട്. അപ്പം 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ ഈ പരാതി കൊടുത്തെന്നറിഞ്ഞുകൊണ്ട് ഇവർ 2 ദിവസം പണി ഷോർട്ടേജ് കൊടുത്തുകൊണ്ട് മെനിങ്ങാന്ന് ഇവിടെ എല്ലാം വന്ന് സെക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ചാത്തന്നൂരിൽ നിന്ന് വിളി വന്ന് 3-4 വലിയ വണ്ടി വന്നിട്ടുണ്ട്. അവിടെ പരിപാടി തുടങ്ങാനാണോ ചോദിച്ചു. അതിപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തോട്ട് ഞങ്ങൾ ക്ലബിംഗ് അംഗൻവാടിയാണ്, ചാത്തന്നൂർ പഞ്ചായത്തിലെ ക്ലബിംഗ് അംഗൻവാടിയാണ്. അവിടെ ഞാൻ കേട്ടെ, ഇതിപ്പോൾ ഈ ലീസിന് കൊടുത്തേക്കുന്നത് ഒരു ശിശുരോഗ വിദഗ്ധനാണ്. അപ്പോൾ ഈ ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ കുട്ടികളായാലും പൊതുജനങ്ങളായാലും അവർക്ക് എങ്ങനെയാണ് ഈ പൊടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം അസുഖങ്ങൾ വരുവാണെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പേരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആൾക്കാർ ഇവിടെ നമ്മളെ ആൾക്കാരാണ്, അവരൊരു പരിപാടി വരുമ്പോഴത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും അറിയാവുന്ന ഒരാൾ ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ നടത്താനായിട്ടുള്ളൊരു അനുമതി കൊടുത്തത് ഞങ്ങൾക്ക് അതിശയമാണ്. കാരണം ഡോക്ടർമാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്ന എവിടെയാണ്? ഡോക്ടറുടെ അടുത്താണ് ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടറുടെ കെയർ ഓഫിൽ തന്നെ ഇവിടെ ഞങ്ങളുടെ അറിവിൽ ഒരു മാസം 1 ലക്ഷം രൂപ വാടകയ്ക്ക് കൊടുത്തേക്കുന്നതെന്നാണ് അറിഞ്ഞത്. അത് ഊരാളുങ്കൽ സൊസൈറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ഇപ്പം ഇവിടെ ഒരു പണി നിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്.